മധ്യകാല ലോകം എന്ന ചാപ്റ്ററാണ്. ഫ്യൂഡലിസം എന്താണെന്ന് അറിയിക്കാം. Feudalism was an economic, social and political system that emerged in the medieval Europe following the collapse of the Western Roman Empire. റോമൻ സാമ്രാജ്യം തകർന്നതിന് ശേഷം മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള സംവിധാനത്തെയാണ് ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. ഫ്യൂഡലിസം എന്ന വാക്ക് ഉത്ഭവിച്ചത് ജർമ്മനിയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇതെന്താണ് ഫ്യൂഡലിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഫ്യൂഡലിസത്തിന് 3 ഓർഡേഴ്സ് ആക്കി തരംതിരിക്കാം. 3 ഓർഡേഴ്സ് ഇൻ ഫ്യൂഡൽ സിസ്റ്റം. ഒന്നാമത്തെ ഓർഡറാണ് ക്ലർജി. ക്ലർജി എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരാണ് പറയുന്നത്. രണ്ടാമത്തെ ഓർഡർ എന്ന് പറയുന്നത് നോബിൾസ് ആണ്. നോബിൾസ് പ്രഭുക്കന്മാരെന്ന്. മൂന്നാമത്തെ പെസൻസ് കർഷകരെന്നും. Feudalism, the king owned all the land, the king gave the land he owned to the nobles. നോബിൾസിനായിരുന്നു അത് കൂടുതൽ അവകാശവും ഒരു ലോയൽ കിങ്ങിന്റെ അവകാശം കിട്ടിയത് നോബിൾസിനായിരുന്നു, പ്രഭുക്കന്മാർക്കായിരുന്നു. ഇതൊക്കെ പെസൻസിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ പെസൻസ് എന്ന് പറയുന്നത് കർഷകരാണ് നമ്മൾ പറഞ്ഞു. കർഷകർ നമ്മൾ പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻഡിപെൻഡന്റ് പെസൻസും സ്ലേവ്സും. ഇൻഡിപെൻഡന്റ് പെസൻസ് എന്ന് പറയുമ്പോൾ സ്വതന്ത്ര കർഷകർ എന്നാണ് പറയുന്നത്. സ്ലേവ്സ് എന്ന് പറയുമ്പോൾ അടിയാളന്മാരെന്നാണ് പറയുന്നത്. സ്വതന്ത്ര കർഷകർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്ര കർഷകർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കർഷകർ എങ്ങനെയാണ്? കർഷകർ കൃഷിയിടത്തിൽ പണി ചെയ്യുന്നു, അവർ കൂലി കൊടുക്കുന്നു, കൃത്യമായ കൂലിയോടെ പോകുന്നു. സ്വതന്ത്ര രാജ്യമായതിനു ശേഷം സ്വതന്ത്രമായിട്ട് കർഷകർക്ക് എല്ലാവർക്കും തുല്യ അവകാശമാണ് നമ്മൾ ഓർക്കുന്നത്. അങ്ങനെയാണ് എല്ലാ മനുഷ്യരും കിട്ടുന്നത്. അതുകൊണ്ട് സ്വതന്ത്ര കർഷകർ നമ്മൾ അവർ പറയുന്നു. സ്ലേവ്സ് എന്ന് പറയുമ്പോൾ അടിയാളന്മാർ. മുൻപുള്ള കാലങ്ങളിലൊക്കെ പഴയ കാലങ്ങളിൽ ജാതി മത വേർതിരിവും വിദ്വേഷവും അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൂടുതലും മുമ്പുള്ള സമയത്ത് ബ്രാഹ്മിൻസ് ഒക്കെ ആയിരുന്നു. ജാതിക്ക് മുൻതൂക്കം ഉണ്ടായിരുന്ന ബ്രാഹ്മിൻസിനായിരുന്നു. ഈ ബ്രാഹ്മിൻസ് എന്താ പറയുക, ഇതുപോലത്തുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കൃഷിയിട്ട് കണ്ട് പണിയെടുപ്പിച്ചതിന് ശേഷം അവരുടെ മക്കളെ സ്കൂളിൽ വിടാൻ അനുവദിക്കാതെ ഇപ്പോൾ എന്താ പറയുക ഉയർന്ന ചാട്ടക്കാരിൽ വരുമ്പോൾ വഴി മാറി നടക്കുക എന്നുള്ള നിയമവും അതേപോലെ തന്നെ അവർക്ക് പൈസ കൊടുക്കാതെ തന്നെ അവർക്ക് കൂലിയില്ലാതെ അവർ പണിയെടുക്കുന്ന ഒരു അവസ്ഥ വന്നിരുന്നു. അതിനാണ് നമ്മൾ സ്ലേവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഈ കർഷകർക്ക് എന്താ പറയുക അനുവദിക്കാതെപ്പെട്ട കർഷകരുടെ ബുദ്ധിമുട്ടുകളും കർഷകർക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആ കർഷകർക്ക് ഇവർ കൊടുത്ത കുറെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. They did not have their own land. അവർക്ക് കർഷകർക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം. They had to work the farms and the houses of the nobles. ഈ പ്രഭുക്കന്മാരുടെ ഹൗസിലും ഫാംസിലും ഒക്കെ പണിയെടുക്കുകയായിരുന്നു കർഷകർ ചെയ്തിരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ കർഷകരെ പറ്റിയിട്ടും അവരുടെ കണ്ടീഷൻസ് പറ്റിയിട്ട് ഇത്രേ പറയുന്നു.